ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുജാത ആകെ വിഷമത്തിലായിരിക്കും. സ്വന്തം ചോരയായ വിനീതിനെ ഈ പടി കടത്തരുത് എന്ന് താൻ തന്നെ പറഞ്ഞതാണ്. പടി അടച്ച് പിണ്ടം വെച്ചതാണ്. എന്നിട്ടും ഒരു അമ്മയുടെ മനസ്സ് എങ്ങനെയൊക്കെ ഒറ്റയടിക്ക് ഒരു കല്ലായി മാറുമോ? എത്ര തള്ളി പറഞ്ഞാലും തന്റെ ഗർഭപാത്രത്തിൽ ചുമന്ന മകനല്ലേ അവൻ എന്ന ചിന്ത അവരെ വല്ലാതെ നീറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗീത അങ്ങോട്ടേക്ക് വന്നത്. സുജാതയുടെ മുഖത്തെ ആ ഒരു ആശയക്കുഴപ്പവും സങ്കടവും ഗീത വളരെ പെട്ടെന്ന് തന്നെയാണ് വായിച്ചെടുത്തത്. ഗീതയുടെ ചുണ്ടിൽ വളരെ നേർത്ത എന്നാൽ വല്ലാത്തൊരു ക്രൂരമായ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു ചിരി മിന്നി മറഞ്ഞു. വിനീതിനെ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കി കഴിഞ്ഞാൽ ഈ വീടും ഈ കാണുന്ന വീടും പറമ്പും സ്വത്തുക്കളെല്ലാം തന്നെ തന്റെയും ദാസേട്ടന്റെയും കൈകളിലേക്ക് വന്നു ചേരും. ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഗീതയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി സുജാതയുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി വിഷം കുത്തിവെക്കാൻ തന്നെ ഗീത തീരുമാനിച്ചു. അമ്മേ, ഗീത വളരെ സ്നേഹം നടിച്ചുകൊണ്ട് സുജാതയുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു. അമ്മേ, അമ്മ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ ദാസേട്ടനോട് ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അമ്മയുടെ ഒറ്റക്കലേ ഉള്ളൂ. ഈ വീടും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ? ദാസേട്ടനാവുമ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് എന്നെ നോക്കിക്കോളും. സുജാത ഒന്ന് ഞെട്ടി. ഗീതയെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്റെ മോൻ വിനീതുള്ളപ്പോൾ എന്തിനാ മറ്റൊരുത്തൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന ചോദ്യം. സുജാതയുടെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ ഗീതക്ക് കാര്യം മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ സ്വരം മാറ്റി. അല്ലമ്മേ, ഇനിയിപ്പോ ആരാ ഉള്ളത്? വിനീത് എന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ലല്ലോ. അമ്മയെ നോക്കാൻ ഇനി ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇതൊക്കെ നോക്കി നടത്താൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഇത് കേട്ടപ്പോൾ സുജാതക്ക് ദേഷ്യം വന്നു. നീ എന്ത് വർത്താനാ ഗീത ഈ പറയുന്നത്? വിനീതില്ലേ? അവൻ ഇങ്ങോട്ടേക്ക് തിരികെ വരാതിരിക്കോ? ഗീത പുച്ഛത്തോടൊന്ന് ചിരിച്ചു. ഓ വിനീത്, അവൻ ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്നാണോ അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അമ്മ അവൻ നോക്കുവോ? ഇന്നലെ കണ്ട ഒരുത്തിയെ ആ ഗംഗയെ കിട്ടിയപ്പോ അമ്മയെ പോലും അവൻ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനാ. അവന് അമ്മയേക്കാൾ വലുത് അവളല്ലേ? എന്നിട്ടും അമ്മ ഇപ്പോഴും അവനെ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുവാണോ? അവനെ കാത്തിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല അമ്മേ. സുജാതയുടെ നെഞ്ചിൽ ആ വാക്കുകൾ സൂചിമുന പോലെ ഇങ്ങ് തറച്ചു. ശരിയാണല്ലോ, അവൻ തന്നെ ധിക്കരിച്ചിട്ടല്ലേ പോയത്. എന്നാലും സുജാതയുടെ ഉള്ളിലെ അമ്മ മനസ്സ് പിടഞ്ഞു. ഗീതേ, നീ അതൊന്നും പറയണ്ട. അവൻ എന്തായാലും നാളെ ഇങ്ങോട്ടേക്ക് കയറി വരും. എന്റെ മോനവൻ. സുജാതയുടെ വാക്കുകളിൽ ഒരു തരം വിക്കലുണ്ടായിരുന്നു. താൻ പറയുന്നതിൽ തനിക്ക് തന്നെ ഒരു വിശ്വാസമില്ലാത്തതുപോലെ. അതൊക്കെ അമ്മയുടെ വെറുതെയുള്ള തോന്നലാണ്. ഗീത വിടാൻ ഭാവമില്ലായിരുന്നു. അഥവാ അവൻ നാളെ കയറി വന്നാലോ? അവൻ വരുമ്പോൾ അമ്മയുടെ അലിഞ്ഞ മനസ്സ് കണ്ട് ഈ സ്വത്തുക്കളെല്ലാം അവന് എഴുതി കൊടുക്കും. അവനത് ആ ഗംഗയുടെ കാൽ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ പിന്നെ ഇത്രയും കാലം അമ്മയെ പൊന്നുപോലെ നോക്കി എനിക്ക് എന്താ വില? ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആവില്ലേ? ആ ചോദ്യം സുജാതയെ വല്ലാതെ ഉലച്ചു. ഗീതയുടെ വാക്കുകളിലെ വിഷം അവരുടെ രക്തത്തിലേക്ക് പതുക്കെ കലറുന്നുണ്ടായിരുന്നു. ഗീത പറഞ്ഞതാണ് ശരി. അവൻ വന്ന എല്ലാം അവളെ ഏൽപ്പിക്കും. അവൾ ഈ വീട് ഭരിക്കും. അതൊരിക്കലും പാടില്ല. ഒരു കാരണവശാലും വിനീത് ഇത് വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. സുജാതയുടെ മുഖത്ത് ദേഷ്യവും വാശിയും പടരുന്നത് ഗീത വളരെ സന്തോഷത്തോട് നോക്കിക്കണ്ടു. തന്റെ കെണിയിൽ സുജാത കൃത്യമായി വീണിരിക്കുന്നുവെന്ന് അവൾക്ക് ഉറപ്പായി. ഇതേ സമയം നഗരത്തിലെ ഒരു ബാറിനോട് ചേർന്നുള്ള ഇരുട്ടടഞ്ഞ മുറിയിൽ വലിയൊരു ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് കുപ്പികളും ഗ്ലാസുകളും നിരന്നിരുന്നു. പുകവലിയുടെയും മദ്യത്തിന്റെയും രൂക്ഷഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു നിന്നു. വിനീത് വളരെ അസ്വസ്ഥനായിരുന്നു. അവന്റെ മനസ്സിൽ മുഴുവൻ ഗംഗയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസങ്ങളാണ്. അവളെ തനിച്ചാക്കി ഇങ്ങനെ വന്നിരുന്നാൽ അവന് വലിയ കുറ്റബോധമുണ്ടായിരുന്നു. എനിക്ക് പോകണം ബേബി ചേട്ടാ, ഇത് ശരിയാവില്ല. വിനീത് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ബേബി ചേട്ടൻ വിനീതിന്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനെ വീണ്ടും കസേരയിലേക്ക് ഇരുത്തി. എടാ, നീ എങ്ങോട്ടേക്ക് ഒളിച്ചോടാൻ നോക്കുന്നത്? ഇത്രയും കാലത്ത് നിന്റെ ആഗ്രഹമല്ലായിരുന്നോ ഈ ഒരു കല്യാണം? അത് നടന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് നീ ഒരു ചെലവ് തരണ്ടേ? നീ ചെലവ് തയ്യാതെ ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നെ വിടുമെന്ന് കരുതിയോ? അത് ശരിയാ വിനീതേ. ഇക്കയും ഏറ്റിപ്പിടിച്ചു. നീ വലിയ ആളായിപ്പോയി. കല്യാണം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ മറന്നുപോയല്ലേ? ഒരു കുപ്പി അത് നീ മേടിച്ച് തന്നേ മതിയാവൂ. ഏട്ടാ, എനിക്ക് വീട്ടിൽ പോകണം. ഗംഗ എന്നെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് വിനീത് ഒഴിയാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ കുപ്പി വാങ്ങി തന്നിട്ട് പോയാ മതി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വിനീത് സമ്മതിച്ചു. അവർ ഒരു കുപ്പി വാങ്ങിച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയിരുന്നു. വിനീത് ബന്ധിപ്പിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ കൂട്ടുകാരനെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവനും ഒരല്പം കഴിച്ചു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഗ്ലാസുകൾ കാലിയാകുന്നതിനനുസരിച്ച് വിനീതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അധികം പരിചയമില്ലാത്തതുകൊണ്ട് മദ്യം വേഗം തന്നെ അവന്റെ തലയ്ക്ക് പിടിച്ചു. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവർ പാടാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. കൂട്ടുകാർ അത് വലിയൊരു ആഘോഷമായി മാറ്റി. പക്ഷേ സമയം പോയതനുസരിച്ച് വിനീത് പൂർണ്ണമായും ബോധം കെട്ടു. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇത് കണ്ടപ്പോൾ ബേബി ചേട്ടന് പേടിയായി. എടാ നിവിനെ, ഇവന്റെ കാര്യം പോക്ക. ഇവനെ ഇനി എങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കും? നിവിനും ആകെ പെട്ടുപോയൊരവസ്ഥയിലായി.
അയ്യോ, ഞാൻ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ശാരദാൻറ്റി എന്നെ കണ്ടാലങ്ങ് കൊന്നുകളയും. ഈ പാതിരാത്രിക്ക് ഇവനെ കൊണ്ടുചെന്ന ആ വീട്ടിലുള്ളവർ എന്നെ വെറുതെ വിടുമോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ തന്നെ ഇവനെ വീട്ടിലേക്കാക്കണമെന്ന് ബേബി ചേട്ടൻ പറഞ്ഞ് കൈമലർത്തി. നിവിനാകെ ധർമ്മസങ്കടത്തിലായി. കുടിപ്പിച്ച് എല്ലാവരും കൂടിയാണ്. പക്ഷേ പഴി മുഴുവൻ താൻ കേൾക്കേണ്ടി വരും. എന്തായാലും അവനെ ഇവിടെ ഉപേക്ഷിച്ചു പോകാനും പറ്റില്ലല്ലോ. അങ്ങനെ നിവിനും ബേബി ചേട്ടനും കൂടി വിനീതിനെ താങ്ങിയെടുത്ത് നിവിൻ്റെ സ്കൂട്ടറിൽ കയറ്റിയിരുത്തുകയാണ്. വിനീത് അപ്പോൾ ലോകം അറിയാത്ത ഉറക്കത്തിലായിരുന്നു. അതേ രാത്രി ദാസും മകൾ പൊന്നും കൂടി ഗീതയും സുജാതയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയായിരുന്നു. കുറേ ദിവസമായി ദാസ് അങ്ങോട്ടേക്ക് വന്നിട്ട് വഴിയിൽ വെച്ച് പൊന്നു പെട്ടെന്ന് പുറത്തേക്ക് വിരൽ ചൂണ്ടി. അച്ഛാ, ദേ നോക്കിക്കേ അമ്മാവൻ. ദാസ് പെട്ടെന്ന് വണ്ടി ഒതുക്കി നോക്കി. അവൻ കണ്ട കാഴ്ച അവനെ ശരിക്കും അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. വിനീത് നല്ല അസലായിട്ട് മദ്യപിച്ച് ലെക്ക് കെട്ടി നിൽക്കുമായിരുന്നു. നിവിനും ബേബി ചേട്ടനും കൂടി അവനെ സ്കൂട്ടറിൽ കയറ്റാൻ പാടുപെടുന്നത് വിനീത് ആടി താഴേക്ക് വീഴാൻ പോകുന്നതൊക്കെ അവൻ കണ്ടു. അളിയൻ മദ്യപിക്കോ? അത് കൊള്ളാലോ, ദാസൻ മനസ്സിൽ ചിന്തിച്ചു. ഇതുവരെ ആരും വിനീത് മദ്യപിക്കുന്നത് കണ്ടിട്ടില്ല. അയ്യോ, അമ്മാവൻ നല്ല ഫിറ്റാണല്ലോ, പൊന്നു വിളിച്ചു പറഞ്ഞു. മോളെ, നീ മിണ്ടാതിരിക്ക്, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. ദാസ് വണ്ടി വേഗത്തിൽ തന്നെ മുന്നോട്ടെടുത്തു. ഈ വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിക്കാൻ അവന് തിടുക്കമായിരുന്നു. നിവിൻ വിനീതിന്റെ പുറകിലിരുത്തി വണ്ടിയെടുത്തു. എടാ, എന്നെ ഇറക്കി പിടിച്ചോ, താഴെ വീഴരുത്, നിവിൻ വിളിച്ചു പറഞ്ഞു. രണ്ടുപേരും നല്ല ഫിറ്റാണ്. പക്ഷേ നിവിന് കുറച്ച് ബോധം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയാണ് വണ്ടി ആടിയാടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ദാസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ സുജാതയും ഗീതയും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പൊന്നു അകത്തേക്ക് കയറിയപാടെ പറഞ്ഞു, അമ്മൂമ്മേ, ഞങ്ങൾ അമ്മാവനെ കണ്ടു. എവിടെ വെച്ച്? സുജാത ആകാംക്ഷയോടെ ചോദിച്ചു. ദാസ് ഒരു വെളുത്ത ചിരിയോടെ പറഞ്ഞു, അളിയൻ നല്ല ഒന്നാന്തര ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരുടെ കൂടെ നിന്ന് ആടുകയാണ്. എന്ത്? അവൻ അടിച്ചെന്നോ? അവൻ കുടിച്ചെന്നോ? എൻ്റെ മോനോ? സുജാതക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് തോന്നുമായിരിക്കും ദാസ, അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, സുജാത പറഞ്ഞു. ഓ, എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല ഏട്ടത്തി, അവൻ തന്നെയാണ്. ആ കുനിവിനും ഉണ്ടായിരുന്നു കൂടെ, ദാസ് തറപ്പിച്ചു പറഞ്ഞു. സുജാതയുടെ തലയിൽ ഒരു ഇടുത്തി വീണതുപോലെയായിരുന്നു. തൻ്റെ മോൻ ഒരിക്കലും മദ്യപിക്കില്ലായിരുന്നു. ആ ഗംഗ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് അവൻ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. എൻ്റെ മോൻ്റെ ജീവിതം നശിച്ച് ആ ഉരുമ്പൊട്ടവൾ എൻ്റെ മോനെ കുടിയനാക്കിയേ. അമ്മേ, ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. ഗീതയ്ക്ക് ഇത് വലിയൊരു അവസരമായിരുന്നു. അവൾ ദാസിനോട് പതുക്കെ ചോദിച്ചു, സത്യമാണോ ദാസേട്ടാ? പിന്നല്ലാതെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, ദാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, ഇതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം എളുപ്പമായി. വാ ദാസേട്ടാ, ഞാൻ ചോറെടുത്തു വെക്കാം. ഗീത വളരെ സന്തോഷത്തോടെ ദാസിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ശാരദയുടെ വീട്ടിൽ ആകെ ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. സമയം ഒരുപാട് വൈകിയിട്ടും വിനീതിനെ എതിരായിട്ടും കാണാനില്ല. ശാരദ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നു. അവൾ കാവേരിയോട് ചോദിച്ചു, മോളെ കാവേരി, അവനൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇതുവരെ ഏറ്റവും കണ്ടില്ലല്ലോ. കാവേരി പറഞ്ഞു, ഗംഗേജി മുറിയിലുണ്ട്, ഞാൻ പോയി നോക്കട്ടെ എന്ന്. ശാരദ നേരെ ഗംഗയുടെ മുറിയിലേക്ക് ചെന്നു. അവിടെ ഗംഗയും നിലയും യമുനയും കൂടി സംസാരിച്ചിരിക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ശാരദക്ക് ദേഷ്യം വന്നു. എടി, നീ അവനെന്ന് വിളിച്ചു നോക്കിയേ. ഇത്രയും സമയമായിട്ടും അവനിങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. നിനക്കൊരു ടെൻഷനും ഇല്ലേ? ഗംഗ പതുക്കെ എഴുന്നേറ്റു. ഇനിയിപ്പോ ഈ കുട്ടിക്കളിയൊക്കെ മാറ്റണം. നീ എവിടെയാണ് ഇരിക്കേണ്ടത്? വിനീതിന്റെ കൂടെ അവന്റെ മുറിയിലല്ലേ നീ നിൽക്കേണ്ടത്? നീ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നേ, ശാരദ ശകാരിച്ചു. അമ്മേ, ഞാൻ വിളിച്ചു നോക്കി, ഫോണ് കിട്ടുന്നില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഗംഗയുടെ ശബ്ദമിടറി. അവളുടെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. വിനീതേട്ടൻ എവിടെ പോയി? വീട്ടിൽ പോയി കാണോ? അവൻ വീട്ടിലേക്ക് പോവാൻ വഴിയില്ല. അവിടെ നടന്ന പ്രശ്നങ്ങൾ നിനക്കറിയില്ലേ? ശാരദയുടെ നെഞ്ചെടുപ്പ് കൂടി. കാവേരി ഓടി വന്നു. അമ്മേ, ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ പോയിട്ടൊന്ന് അന്വേഷിക്ക്. അവൻ എവിടെയെങ്കിലും കടയിലോ മറ്റോ ഇരിക്കുന്നുണ്ടെങ്കിലോ? സുജാത അങ്ങനെ പറഞ്ഞതിൻ്റെ സങ്കടം അവൻ്റെ മനസ്സിൽ കാണും, ശാരദ പറഞ്ഞു. ഗംഗയ്ക്ക് പുറത്തു പോവാൻ വലിയ താല്പര്യമായിരുന്നു. അവൻ ഇങ്ങോട്ടേക്ക് വന്നോളും അമ്മയെന്ന് അവൾ പറഞ്ഞെങ്കിലും ശാരദ സമ്മതിച്ചില്ല. ഒടുവിൽ കാവേരിയും ഗംഗയും കൂടി വണ്ടി എടുത്ത് പുറത്തുപോയി. കാവേരിയാണ് വണ്ടി ഓടിക്കുന്നത്. ഗംഗ പുറകിലിരുന്ന് ചുറ്റും കണ്ണോടിക്കുമായിരുന്നു. റോഡിൽ വലിയ വെളിച്ചമൊന്നുമില്ലായിരുന്നു. കാവേരി വണ്ടി സാവധാനത്തിലാണ് ഓടിച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ മുന്നിൽ ഒരു സ്കൂട്ടർ പാഞ്ഞു നിന്നു. രണ്ടും കൂട്ടിയെടുക്കുന്നൊരവസ്ഥ. കാവേരി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ആ വന്ന സ്കൂട്ടർ ഓടിച്ചിരിക്കുന്നത് നിവിനായിരുന്നു. അവനും വണ്ടി നിർത്തി. എടാ, എവിടെ നോക്കിയടാ നീ വണ്ടി ഓടിക്കുന്നത്? കണ്ണിൽ ഇരുട്ടാണോ? കാവേരി ദേഷ്യത്തോടെ ചോദിച്ചു. നിവിൻ പതുക്കെ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അവൻ കാവേരിയെ കണ്ടു ഞെട്ടി. അപ്പോഴാണ് കാവേരി ആ സ്കൂട്ടറിന്റെ പുറകിലിരിക്കുന്ന ആളെ കണ്ടത്. അത് വിനീതായിരുന്നു. അവൻ തല താഴ്ത്തി ഉറക്കം തോങ്ങിയിരിക്കുകയാണ്. വിനീതേട്ടൻ, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാ, കാവേരി പറഞ്ഞു. അപ്പോഴാണ് ഗംഗയ്ക്കും കാവേരിക്കും ആ ഒരു ദുർഗന്ധം അടിച്ചത്. മദ്യത്തിന്റെ രൂക്ഷമായ മണം. കാവേരിയുടെ മുഖം മാറി. അവൾ നിവിനെ രൂക്ഷമായി നോക്കി. വിനീതേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ? കാവേരി ചോദിച്ചു. ചെറുതായിട്ട് ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു, നിവിൻ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. ചെറുതായിട്ടോ? കാല് നിലത്തുറക്കുന്നില്ലല്ലോ. ഇവന് നീയാണോ കൂട്ടുപിടിച്ച് നശിപ്പിക്കുന്നത് എന്ന് കാവേരി പൊട്ടിത്തെറിച്ചു.
ഗംഗ ഇത് കേട്ട് തകർന്നു പോയി. അവളുടെ അച്ഛൻ ഒരിക്കൽ പോലും മദ്യപിച്ചത് അവൾ കണ്ടിട്ടില്ല. തന്റെ ഭർത്താവ് അതും കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ മദ്യപിച്ച് വന്നിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിനീതേട്ടനെ അവൾക്ക് വെറുപ്പോടു കൂടി തോന്നി തുടങ്ങി. നിങ്ങൾക്കെന്താ ഇത്ര ആഘോഷിക്കാൻ? ഇവൻ ഈ കോലത്തിലാക്കിയിട്ടാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? കാവേരി നിവിനോട് ചൂടായി. സോറി ഗംഗെ, സോറി കാവേരി, ഞങ്ങൾ അറിയാതെ. നിവിൻ എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കി. കൂടുതലൊന്നും പറയണ്ട, വണ്ടി എടുത്ത് വീട്ടിലേക്ക് വാ, ബാക്കി അവിടെ ചെന്നിട്ട് എന്ന് കാവേരി ദേഷ്യത്തോടെ പറഞ്ഞ് വണ്ടി തിരിച്ചു. അവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ ശാരദ ഉമ്മർത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിനീതിനെ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്ന നിവിനെ കണ്ടപ്പോൾ ശാരദയുടെ ചങ്കൊന്ന് പിടഞ്ഞു. വിനീത് തീർത്തും ലക്ക് കെട്ടൊരവസ്ഥയിലായിരുന്നു. എന്താ കാവേരി ഇത്? ഇവൻ എന്താ ഈ കോലത്തിൽ? ശാരദ ചോദിച്ചു. അവന്റെ കൂട്ടുകാർ കൊടുത്ത പാർട്ടിയാണമ്മേ, നല്ലതുപോലെ കുടിപ്പിച്ചിട്ടുണ്ട്, കാവേരി പറഞ്ഞു. ശാരദക്ക് വല്ലാത്ത സങ്കടം വന്നു. താൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ? ഗംഗയെ ഇവൻ വിവാഹം കഴിച്ചു കൊടുത്തത് അബദ്ധമായി പോയോ? ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. നിവിൻ പതുക്കെ വിനീതിനെ മുറിയിലാക്കി. ആന്റി, ഞാൻ ഇറങ്ങുക, പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവാണ്. ഇവിടെ നിന്ന ശാരദയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് അവനറിയാമായിരുന്നു. മുറിയിൽ വിനീത് ബോധമില്ലാതെ കിടക്കുകയാണ്. ഗംഗ വാതിൽപ്പടിയിൽ തന്നെ നിന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും നിരാശയൊക്കെ മിന്നി മറയുന്നുണ്ടായിരുന്നു. താൻ സ്വപ്നം കണ്ട ജീവിതം ഇതല്ല. ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന കാലം എങ്ങനെയായിരിക്കും? കാവേരി ഗംഗയുടെ അടുത്തേക്ക് വന്നു. അവളെ ചേർത്ത് പിടിച്ചു. സാരമില്ല ഗംഗേച്ചി, ഇതൊക്കെ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു ആഘോഷമല്ലേ, ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. വിനീതേട്ടൻ അങ്ങനെ കുടിക്കുന്ന ഒരാളൊന്നുമല്ലല്ലോ, നീ വെറുതെ വിഷമിക്കാതെ. പക്ഷേ ഗംഗയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. കാവേരിയുടെ വാക്കുകൾക്കൊന്നും അവൾ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. മുറിയിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് തോന്നിയത് ഒരു അപരിചിതനെ കാണുന്നത് പോലെയാണ്. നാളത്തെ പ്രഭാതം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും കൊണ്ടുവരിക എന്നോർക്ക് അവളുടെ നെഞ്ചിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് ചൂടുകണ്ണുനീർ ഒലിച്ചിറങ്ങി. ഇനി എന്ത് എന്ന ചോദ്യം മാത്രം ആ രാത്രിയിൽ അങ്ങനെ ബാക്കിയായി. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.